ഞാൻ ഒരു രാവിലെ ഒരു 4 മണി 4:30 സമയമാകുമ്പോൾ എഴുന്നേൽക്കും. ചായ കുടിച്ച് പിന്നെ ഞാൻ ഫുൾ മിറ്റടിച്ചു വാരി 4 ഭാഗം മിറ്റൊക്കെ അടിച്ചു വാരി നേരെ ഒരു സംഭവം എന്ന് വെച്ചാൽ ഡേ ഇൻ മൈ ലൈഫ് പറയുന്നത്. ഓക്കെ, ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ചധികം നാളുകളായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ചെറിയൊരു എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും ഒക്കെ ആയതുകൊണ്ടായിരുന്നു. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ അമ്മയും ഞാനും കൂടെയൊക്കെ ഉള്ള ഒരുമിച്ചുള്ള അമ്മ കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനാണ് അമ്മയോടെ പിടിച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് അറിയാം, അമ്മ ഡേ ഇൻ മൈ ലൈഫ്. ഞാൻ ഒരു രാവിലെ ഒരു 4 മണി 4:30 സമയമാകുമ്പോൾ എഴുന്നേൽക്കും. ഞാനിതൊന്നും കൂട്ടുന്നില്ല. 4:30 സമയത്ത് അവള് എണീക്കുന്നു പോലും. അവിടെ കൂട്ടി വേടി വെച്ച അപ്പൊ രാവിലെ ഒരു അപ്പൊ എന്റെ ഡേ സമയം കൂട്ടി പറയാതെ കുറച്ച് പറയാം. 4:30 അല്ല 6 മണി വെക്കടി. 5 മണി ഇല്ല, ഞാൻ പറയാം. അപ്പൊ ഗൈസ്, എന്റെ ഡേ ഇൻ മൈ ലൈഫ് രാവിലെ ഞാനൊരു 5 മണി ആ ടൈമിലാണ് എഴുന്നേറ്റ് ഞാനൊന്ന് എക്സസൈസ് ഒക്കെ ചെയ്യും. എനിക്കിപ്പോൾ കുറച്ച് തടിയൊക്കെ ഒന്ന് കുറക്കണം എന്നുണ്ട്. ഒരു 5:45 വരെയൊക്കെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അമ്മേനൊക്കെ വിളിച്ചെഴുന്നേൽപ്പിക്കും. ഞാനാണ് അമ്മേനെ വിളിച്ചെഴുന്നേൽപ്പിക്കുന്നത് ഞാനാണ്. പിന്നെ അമ്മയും അച്ഛനും ഞാനും കൂടെ പോയിട്ടാണ് പശുവിനെ കറക്കൊക്കെ ചെയ്യാറ്. സ്കൂളിൽ പിന്നെ വർക്ക് ചെയ്യുന്നിടത്ത് എനിക്ക് ഉച്ചഭക്ഷണം കിട്ടും. അതുകൊണ്ട് ഉച്ചയ്ക്ക് സ്കൂളിൽ ചോറും കറി ഉള്ളതുകൊണ്ട് ഉച്ചക്കത്തേക്ക് കൊണ്ടുപോകണ്ട. അപ്പൊ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ ആക്കുക. അമ്മ പുറത്ത് പുല്ലരിയാനും പശുവിന്റെ പുറകെയൊക്കെ ആവുന്നുണ്ട്. ഞാനാണ് അമ്മ. പിന്നെ ഞാൻ നേരെ സ്കൂളിലേക്ക് പോകും. സ്കൂളിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്കും അമ്മയച്ഛനും ഇവിടെ എനിക്ക് വേണ്ടി ചായ വെച്ച് കാത്തിട്ടുണ്ടാവും. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ചായ കുടിച്ച് പിന്നെ ഞാൻ ഫുൾ മിറ്റടിച്ചു വരും. 4 ഭാഗവും മിറ്റൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. എന്റെ ബോധം ഇവിടെ പോയിക്കൊണ്ടിരിക്കണം. ഞാൻ ചിലപ്പോ എന്റെ ബോധം എന്താ മിറ്റം നമ്മ ഇപ്പൊ ഭയങ്കര വൃത്തിയാണ് കഴിച്ചു. ഈ മഴയത്തുള്ള ഇലകളൊക്കെ വീണിട്ട് കുനിഞ്ഞ് നടും വയ്യാണ്ടാവും. പിന്നെ അമ്മ എനിക്ക് പറയും മനുഷ്യരത്തെ നമ്മൾ പറയും. പിന്നെ പാവല്ലേ അമ്മ രാവിലത്തെ വൈകുന്നേരം വരെ പണിയെടുക്കല്ലേ എന്ന് കഴിച്ച് അത് കഴിഞ്ഞ് വൈകുന്നേരം മിറ്റെല്ലാം അടിച്ചാൽ പിന്നെ കുളിയെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ കുറച്ചേരം വായിക്കും. എനിക്ക് ബുക്ക് വായിക്കുന്ന ശീലമുണ്ട്. വെറും എനിക്ക് ടി വി കാണുന്ന ശീലമുണ്ട്. ബോർഡ് കളിക്കുന്നത് ഞാൻ വിശ്വസിക്കും. അല്ലാതെ തലവട്ട ഒരു പുറഞ്ചട്ട പോലും എന്താ ബുക്ക് നോക്കാത്ത അവളാണ് ഈ വലിയ ബുക്ക് വായിക്കും പോലും വലിയ. അപ്പൊ അമ്മേന്റെ ഞാൻ ഇതിരുന്ന് തല കാര്യം എല്ലാവരും വിളിക്കുന്നത്.